കോട്ടയം അതിരൂപത വൈദികനും സെൻറ്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനുമായ ദൈവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ്റെ നാമകരണ നടപടികളുടെ അതിരൂപതാതല സമാപനം 13-ന് കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ നടക്കും. നാമകരണ നടപടികൾക്കുള്ള രേഖകൾ പരിശുദ്ധ സിംഹാസനത്തിന് സമർപ്പിക്കുന്നതിനായാണ് അതിരൂപതാതലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ രാവിലെ 10 മണിക്ക് കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാത്യു മൂലക്കാട് മെത്രാപ്പോലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന കൃതജ്ഞതാ ബലിയോടെ കർമ്മങ്ങൾക്ക് തുടക്കമാകും. വിശുദ്ധ കുർബാനയെ തുടർന്ന് സഭാ നിയമമനുസരിച്ചുള്ള അതിരൂപതാതല നടപടിക്രമങ്ങളുടെ ഔദ്യോഗിക സമാപനത്തിൻ്റെ നടപടികൾ പൂർത്തിയാക്കും. 1871 ഒക്ടോബർ 24-ന് നീണ്ടൂർ പൂതത്തിൽ കുടുംബത്തിൽ ജനിച്ച തൊമ്മിയച്ചൻ 1897 ഡിസംബർ 28 കോട്ടയം അതിരൂപതയിൽ വൈദികനായി അഭിഷിക്തനായി. ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ളവർ കുടുംബത്തിനും സമൂഹത്തിനും ശാപമെന്ന് കരുതിയ കാലഘട്ടത്തിൽ അവർക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് അവർക്കായി പുണ്യപ്രവർത്തികളിൽ അദ്ദേഹം വ്യാപൃതനായി. 1925 മെയ് 3-ാം തീയതി അഗതികൾക്കും ആലംബഹീനർക്കുമായി കൈപ്പുഴിയിൽ സെൻറ്റ് തോമസ് അസൈലം സ്ഥാപിച്ചു. തുടർന്ന് 1928 ജൂലൈ 3-ാം തീയതി അഗതി ശുശ്രൂഷാർത്ഥം സെൻറ്റ് ജോസഫ് സന്യാസിനി സമൂഹവും സ്ഥാപിച്ചു. കരുണ നിറഞ്ഞ സ്നേഹസേവന വഴിയിൽ സഞ്ചരിച്ച ആ പുണ്യശ്ലോകൻ 1943 ഡിസംബർ 4-ന് ദിവംഗതനായി. 2009 ജനുവരി 26-ാം തീയതിയാണ് പൂതത്തിൽ തൊമ്മിയച്ചൻ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്.